പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായത്തെക്കുറിച്ച് ഉള്ള ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ 18-ാം അധ്യായത്തിൽ പറയുന്ന മഹദിയാം ബാബിലോൺ യെരുശലേം ആണ്. എന്നാൽ ഇതിന് യെരുശലേം മാത്രമല്ല, റോമിനും ബാധകമാണ്. റോം എന്ന് പറയുന്നത് എക്യുമെനിക്കൽ ചർച്ചിന്റെ ക്യാപിറ്റലാണ്. അതിനും ഇത് ബാധകമാണെന്ന് നമുക്ക് ഈ വചനങ്ങളെല്ലാം ഉള്ള കാര്യങ്ങളെല്ലാം വെച്ച് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. അതൊന്ന് നോക്കാം. അനന്തരം ഞാൻ വലിയ അധികാരമുള്ള മറ്റൊരു ദൂതൻ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടു. അവന്റെ തേജസ്സിന് ഭൂമി പ്രകാശിച്ചു. അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞത്, വീണുപോയി, മഹദിയാം ബാബിലോൺ വീണുപോയി, ദുർഭൂതങ്ങളുടെയും പാർപ്പിടവും സകല അശുദ്ധാത്മാക്കളുടെയും തടവും അശുദ്ധിയും അറപ്പുമുള്ള സകല പക്ഷികളുടെയും തടവുമായി തീർന്നു. ഈ മഹദിയാം ബാബിലോൺ വീണുപോയത് നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ സ്ഥലം ഒരു അശുദ്ധിയുള്ള സ്ഥലമായി മാറി. മനുഷ്യന്റെ ജഡം തിന്നതായ പക്ഷികൾ, കഴുകന്മാരൊക്കെ അവിടെ ഉണ്ടാകും എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പൊ അത് വീണുപോയ ബാബിലോൺ എന്ന് പറയുന്നത് 17-ാം അധ്യായത്തിൽ പറയുന്ന ബാബിലോൺ തന്നെയാണ് എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, വീണുപോയത് കൊണ്ട്. പിന്നെ അടുത്ത് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, അവളുടെ വേശ്യാവൃത്തിയുടെ ക്രോധമദ്യം സകല ജാതികളും കുടിച്ചു. ഭൂമിയിലെ രാജാക്കന്മാർ അവളോട് വേശ്യ സംഘം ചെയ്യുകയും ഭൂമിയിലെ വ്യാപാരികൾ പുളപ്പിന്റെ ആധിക്യത്താൽ സമ്പന്നരാകുകയും ചെയ്തു. ഇത് എന്ന് പറയുന്നത് ഇസ്ലാമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇസ്ലാം ഒരു വലിയൊരു ബിസിനസ് സെന്റർ ആയിട്ട് വരും. അതിൽ നിന്നും ലോകത്തിലെ ജനങ്ങൾക്ക് വലിയ ആദായം ഉണ്ടാകും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുകൂടാതെ റോമിന് ഇത് ബാധകമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വേശ്യാവൃത്തി എന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ഐഡോളട്രിയാണ്. അതായത് വിഗ്രഹാരാധനയെ സംബന്ധിക്കുന്ന ഒരു കാര്യമായിട്ടാണ് വേശ്യാവൃത്തി വെച്ച് പറയുന്നത്. അതിന്റെ സെന്റർ എന്ന് പറയുന്നത് കത്തോലിക്ക സഭ തന്നെയാണ്. കത്തോലിക്ക സഭ മറ്റുള്ള മതങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് വലിയൊരു എക്യുമെനിക്കൽ ചർച്ച്, ഏകലോക മതം ഉണ്ടാക്കാനായിട്ട് ഇവിടെ പോപ്പൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണെന്ന് നമുക്കറിയാം. ഇത് കണ്ടോ, പോപ്പ് എല്ലാവിധ മതക്കാരെയും ലീഡേഴ്സിനെ ഒത്തുചേർത്തുകൊണ്ട് ഇവരത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് കൂടാതെ ഈ പോപ്പ് വേറൊരു പരിപാടി ചെയ്യുന്നുണ്ട്, ഇസ്ലാം ഉണ്ടാക്കാൻ നോക്കും. കണ്ടോ, മുസ്ലിമിന്റെ ഇടയിൽ ഒരു കുരിശ്. എക്യുമെനിക്കൽ ചർച്ചിന്റെ ഏകലോക മതം എന്ന് പറയുന്നത് ഈ പോപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇരിക്കുന്ന ഒരു കാര്യമാണെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ അടുത്തത് പറയുന്നത്, വേറൊരു ശബ്ദം സ്വർഗ്ഗത്തിൽ നിന്ന് പറയുന്നതായി ഞാൻ കേട്ടത്, എൻ്റെ ജനമായുള്ള അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹാരിക്കാരാകാതെയും ഇരുപ്പാൻ അവളെ വിട്ടുപോരുവിൻ. ഈ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, ഇസ്ലാമിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞു. ഇസ്ലാം എന്ന് പറയുന്ന ആ സ്ഥലത്ത് ദൈവമക്കള് അനവധിയുണ്ട്. അവര് ആ നാശം വരുന്നതിന് മുമ്പായിട്ട് അവിടുന്ന് മാറിപ്പോകണമെന്ന് ദൈവം പറയുന്നതായിട്ടാണ് ഇതിലിപ്പോൾ പറയുന്നത്. അതുകൂടാതെ ഇത് എക്യുമെനിക്കൽ ചർച്ച ആകുന്നതായിട്ടുള്ള ഈ പോപ്പിന്റെ ഈ ഏകലോക മതവും ഇതിൽ പെടും. കാരണം എന്താ വെച്ചാൽ, ഈ കത്തോലിക്ക സഭയിലും അതുപോലെ തന്നെ മുസ്ലിങ്ങളുടെ ഇതിലും എല്ലാത്തിലും ദൈവത്താൽ വിളിക്കപ്പെട്ട അനവധി പേര് അതിലുണ്ട്. ഇവരുടെ വഞ്ചനയിൽപ്പെട്ട് കിടക്കുകയാണ്. അവരതിൽ നിന്ന് മാറി അവര് ദൈവമക്കളായി തീരണം, അതിൽ നിന്ന് വിട്ടുപോരണം എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പൊ ആ കാര്യവും എക്യുമെനിക്കൽ ചർച്ചിനെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അങ്ങനെ ഇതില് 5 കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനും ബാധിക്കും. റോമൻ എംപറേഴ്സ് ഫ്രം ഫസ്റ്റ് സെഞ്ചുറി ആൻഡ് ദ പേപ്പൽ റിലീജിയസ് ലീഡേഴ്സ് ഫ്രം ദ ടൈം ഓഫ് ക്രിയേഷൻ ഓഫ് പേപ്പൽ റിലിജിയൻ ആണ് പറയുന്നത്. മസാക്കേഴ്സ് സെവറൽ ക്രിസ്ത്യൻസ്. അതായത് 1-ാം നൂറ്റാണ്ട് മുതൽ റോമിലെ ചക്രവർത്തിമാരും അവിടുത്തെ രാജാക്കന്മാരും അതുപോലെ തന്നെ കത്തോലിക്ക സഭയുണ്ടായ കാലം മുതൽ അവിടുത്തെ റിലീജിയസ് ലീഡേഴ്സ് എല്ലാം ഒരുപിടി ക്രിസ്ത്യൻസിനെ കൊന്നു കളഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഒന്നാമത്തെ കാര്യം. അതായത് വിശുദ്ധന്മാരെയും പ്രവാചകന്മാരെയും കൊന്നിട്ടുണ്ട്. പ്രവാചകന്മാരെ എന്ന് പറയുമ്പോൾ അനവധി പുതിയ നിയമ പ്രവാചകന്മാരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ റോമൻ എംപറേഴ്സ്, പത്രോസ്ലിയനെ കൊന്നിരിക്കുന്നത് റോമിലാണ്. റോമൻ എംപറേഴ്സാണ് അത് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പൗലോസ്ലിയനെയും റോമക്കാരാണ് കൊന്നിരിക്കുന്നത്. അത് റോമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, റോം പ്ലസ് പ്രോക്സിമിറ്റി ടു സീ, അതായത് 30 കിലോമീറ്റർ അകലമേ ഉള്ളൂ ഈ റോമും ഈ മെഡിറ്ററേനിയൻ കടലുമായിട്ട് അത്ര വ്യത്യാസമുള്ളൂ. നേരത്തെ നമ്മൾ ഈ ഇസ്ലാമിനെ പറ്റി കണ്ടതുപോലെ തന്നെ ഇസ്ലാമാണെങ്കിൽ 40-50 കിലോമീറ്റർ ദൂരെയാണ്, ഇത് 30 കിലോമീറ്റർ അകലം. അപ്പൊ അകലെ നിന്ന് കാണാന്ന് പറയുമ്പോൾ ആ സ്ഥലത്തിന്റെ നാശം കപ്പലിലുള്ളവർക്ക് കാണാൻ സാധിക്കും എന്നാണ് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ ഒരു ബിസിനസ് സെന്ററിനെ പറ്റിയാണ് പറയുന്നത്. പേപ്പസി ഓൾറെഡി എ റിലീജിയസ് ബിസിനസ്. പേപ്പസി എന്ന് പറയുന്നത് ഒരു മതപരമായ ബിസിനസ്സാണ്. വലിയ സാമ്രാജ്യം കിട്ടി കണ്ടമാനം
പണം അവരുടെ കയ്യിലുണ്ട്. ആ സിസ്റ്റം 17-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ അതിനെ നശിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മൃഗവും 10 രാജാക്കന്മാരും അതിനെ നശിപ്പിച്ച് അതിൻ്റെ സമ്പത്തും അതിൻ്റെ അധികാരവും കാര്യങ്ങളെല്ലാം എടുത്തു കളയുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നും അത് ഒരു ബിസിനസ് ആണ് എന്നുള്ളത് അത് നമുക്ക് മനസ്സിലാക്കും. റോം ഒരു റിലീജിയസ് ബിസിനസ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്കറിയാം. ആ റിലീജിയസ് ബിസിനസ് പ്രോസ്പെരിറ്റി കൊണ്ടുവരും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡോൾ വർഷിപ്പിൽ കൂടിയാണ്, വിഗ്രഹാരാധനയിൽ കൂടിയാണ് അത് വരുന്നത്. വിഗ്രഹാരാധന ഭൗതിക നന്മകളെ കൊണ്ടുവരും. അതിനുള്ള വചനം മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 9-ാം വാക്യത്തിൽ വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാമെന്ന് അവനോട് പറഞ്ഞു. അതായത് നീ വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതെല്ലാം നിനക്ക് തരാം എന്ന് പറഞ്ഞപ്പോൾ യേശുക്രിസ്തു അത് നിൻ്റേതല്ല, അത് എൻ്റേതാണെന്ന് പറഞ്ഞില്ല. കാരണം ഇപ്പോൾ പിശാചിൻ്റെ കയ്യിലാണ്. യേശുക്രിസ്തു പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് യേശുക്രിസ്തു മറുപടി പറയുക ചെയ്യുന്നു. പിശാചിനെ വീണ് നമസ്കരിച്ചാൽ പിശാച് ഈ ലോകം കൊടുക്കും എന്നാണ് പിശാച് പറയുന്നത്. അതെങ്ങനെയാണ് അത് കൊടുക്കുന്നത്? വീണ് നമസ്കരിക്കുന്നത് എങ്ങനെയാണ്? വിഗ്രഹാരാധനയിൽ കൂടെയാണ്. അതാണ് ഈ കത്തോലിക്ക സഭ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ പള്ളികളിലും എല്ലാം ഈ വിഗ്രഹങ്ങൾ കൊണ്ടുവന്ന് വെച്ചാൽ അത് വിഗ്രഹമൊന്നുമല്ല എന്ന് പറഞ്ഞ് അതിനെ വീണ് നമസ്കരിക്കുമ്പോൾ ആ ആരാധന ദൈവത്തിനല്ല വരുന്നത്, അത് പിശാചിനാണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ പിശാച് പ്രസാദിച്ച് ഈ ലോകത്തിലെ ആവശ്യമുള്ളതെല്ലാം കൊടുക്കും എന്നാണ് പിശാച് പറയുന്നത്. അത് അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ 4-ാമത്തെ കാര്യം എന്ന് പറയുന്നത് റോം ഈസ് എ സിൻഫുൾ പ്ലേസ്. ഐഡോൾ വർഷിപ്പ് ഈസ് വൺ ഓഫ് ദ മെയിൻ സിൻസ് ഓഫ് എക്യുമെനിക്കൽ ചർച്ച്. വിഗ്രഹാരാധന എന്ന് പറയുന്നത് കത്തോലിക്ക സഭയുടെ ഏറ്റവും വലിയൊരു പാപമാണ്. അത് ദൈവം ഏറ്റവും വെറുക്കുന്നതായിട്ടുള്ള, ബൈബിൾ പറയുന്നതായിട്ടുള്ള ഒരു വലിയൊരു പാപമാണ് വിഗ്രഹാരാധന. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കത്തോലിക്ക സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അവരെല്ലാ പുരോഹിതന്മാരും വിഗ്രഹാരാധകരാണ്. അവിടുത്തെ വിശ്വാസികളും അങ്ങനെയൊക്കെ തന്നെയാണ്. അത് ദൈവം ഏറ്റവും വെറുക്കുന്ന ഒരു കാര്യമാണ്. അവരംഗീകരിക്കില്ല. അവർ നല്ല രൂപങ്ങളൊക്കെ ആയതുകൊണ്ട് അതൊന്നും വിഗ്രഹമല്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. അതൊന്നും ശരിയല്ല. അതൊക്കെ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത കാര്യമാണെന്ന് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലെ വാക്യങ്ങളെല്ലാം വായിച്ചു നോക്കുമ്പോൾ അത് മനസ്സിലാവും. അടുത്തത് 5-ാമത്തെ കാര്യം, എക്യുമെനിക്കൽ ചർച്ച് വിൽ ബി ഡിസ്ട്രോയിഡ്. അത് എക്യുമെനിക്കൽ ചർച്ച് നശിപ്പിക്കപ്പെടും. മഹദിയാം ബാബിലോണിന്റെ നാശമാണ്. അത് ഈ പറഞ്ഞ റോം എന്ന് പറയുന്നത് നശിപ്പിക്കപ്പെടും എന്നുള്ളത് 17-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. നീ കണ്ട 10 കൊമ്പും മൃഗവും വേശ്യയെ ദേഷിച്ച് ശൂന്യവും നഗ്നവുമാക്കി അവളുടെ മാംസം തിന്നുകളയും അവളെ തീ കൊണ്ട് ദഹിപ്പിക്കുകയും ചെയ്യും. അത് എക്യുമെനിക്കൽ ചർച്ചിന്റെ നാശമാണ്. അപ്പൊ ഈ 5 കാര്യങ്ങളും ഇസ്ലാമിനെ പോലെ തന്നെ റോമിനും ബാധകമാണ് എന്ന് മനസ്സിലാക്കാം. ഇതോടുകൂടി ഈ വീഡിയോ നിർത്തുകയാണ്.